കേരള മോഡൽ. ഓക്കെ, ലോക പ്രശസ്തമായ കേരള മോഡൽ എന്താണ്? അപ്പോൾ ഈ കേരള മോഡൽ എന്നുള്ള പേരിൻ്റെ ഒറിജിൻ ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എവിടെ നിന്നാണ് ഈ കേരള മോഡൽ എന്നൊരു പേര് വന്നത്? അങ്ങനൊരു പേര് ആരാണ് കോയിൻ ചെയ്തത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് KN രാജ്. അദ്ദേഹം ഒരു എക്കണോമിക് പ്രൊഫസറാണ്. അദ്ദേഹമാണ് തിരുവനന്തപുരത്ത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1971. സി അച്യുതമേനോൻ മന്ത്രിസഭ സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഇങ്ങനൊരു സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ട്രിവാൻഡ്രത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തിത്വമാണ് KN രാജ്. ആ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭയായിട്ട് ചേർന്ന് നടത്തിയ കേരളത്തിലെ ചില പ്രസംഗ ആയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റി നടത്തിയിട്ടുള്ള കേസ് സ്റ്റഡീസ് പബ്ലിഷ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഈ പബ്ലിഷ് ചെയ്യപ്പെട്ട കേസ് സ്റ്റഡീസിന്റെ അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട്സും റെക്കമെൻഡേഷൻസുമായിട്ട് പുറത്തു വന്ന കാര്യങ്ങളാണ് പിൽക്കാലത്ത് കേരള മോഡൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച്, എന്താണ് KN രാജ് എന്ന് പറയുന്ന വ്യക്തിത്വം സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ട്രിവാൻഡ്രത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അവർ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട്, അതിന്റെ റിസൾട്ട് റെക്കമെൻഡേഷനുമാണ് പിൽക്കാലത്ത് എന്തെന്നറിയപ്പെടുന്നത് കേരള മോഡൽ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പം ഈ കേരള മോഡൽ എന്നുള്ള പേര് KN രാജ് കോയിൻ ചെയ്തതല്ല. കേരള മോഡൽ എന്നുള്ള പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലർ ആക്കിയത്, അല്ലെ അതിനെ ഇന്ന് കാണുന്ന രീതിയിൽ അടുത്ത സ്ലൈഡിൽ എന്താണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ളത് പറയുന്ന സമയത്ത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. തൽക്കാലം അറിഞ്ഞിരിക്കുക, ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള 2 ഡെവലപ്മെന്റ് എക്കണോമിസ്റ്റുകളാണ്, അല്ലെ വെൽഫെയർ എക്കണോമിസ്റ്റുകളാണ്. ആരൊക്കെ? ഒന്ന്, വെൽഫെയർ എക്കണോമിയിൽ ഇന്ത്യക്ക് 95 വെൽഫെയർ എക്കണോമിയിൽ ഇന്ത്യക്ക് നോബൽ പ്രൈസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന അമർത്യ സെന്നും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ MGNREG പോലൊക്കെയുള്ള പദ്ധതികളിൽ ഇൻസ്ട്രുമെന്റൽ ആയിട്ടുള്ള ജോൺ ഡ്രസ്സും. ഓക്കെ, ഈ 2 ഇവരുടെ എഴുത്തുകളിലൂടെയാണ് അല്ലെങ്കിൽ ഇവരുടെ റൈറ്റിംഗ്സിലൂടെയാണ് ഈ കേരള മോഡൽ എന്നുള്ള പേര് ലോക ഖ്യാതി ആർജിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പേരിന്റെ ഒറിജിൻ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ, എന്താണ് കേരള മോഡൽ എന്നുള്ള കാര്യം. ഇനി എന്താണ് ശരിക്കും കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്കത് പറഞ്ഞുതരാം. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളൊന്ന് വായിക്കുക, സ്ലൈഡ് ഒന്ന് വായിച്ചേ. യുണീക്ക് ഡെവലപ്മെന്റ് ട്രജക്ടറി ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഡെസ്പൈറ്റ് ലോ പെർ ക്യാപിറ്റ ഇൻകം ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, ഉയർന്ന ജീവിത നിലവാരം, കേരളത്തിലെ ജനങ്ങളുടെ ഉയർന്ന ജീവിത നിലവാരം. കേരളത്തിലെ ജനങ്ങളുടെ ഉയർന്ന ജീവിത നിലവാരം എന്ന് പറയുമ്പം ഇറ്റ് വാസ് ആക്ച്വലി ഈവൻ കമ്പയർഡ് ടു US. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് പോപ്പുലേഷൻ എന്ന് പറഞ്ഞൊരു മൊഡ്യൂളുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞ എക്കണോമിയുടെ സിലബസിൽ പോപ്പുലേഷൻ എന്നൊരു മൊഡ്യൂളുണ്ട്. അതിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിസസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ്, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞ ഡിഫറെൻറ്റ് ഇൻഡിസസ് ഉണ്ട്. അത് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ട് ഈ ചാനലിൽ തന്നെ ചെയ്യാം. അപ്പം ഇത്തരത്തിലുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സിൽ ഓക്കെ കേരളത്തിലെ മനുഷ്യരുടെ ജീവിത നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഈവൻ കമ്പയറബിൾ ടു US. 92 ഒരു കണക്ക് ഞാൻ പറയാം, 91, 92 ഒരു കണക്ക് ഞാൻ പറയാം, ജസ്റ്റ് നിങ്ങളുടെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി പറയാം. 1991-92 ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വാസ് ആക്ച്വലി 0.9. ഓക്കെ, സ്കോർ വേഴ്സസ് കേരളത്തിന്റെ വന്നിട്ട് ഏകദേശം 0.7 ആണ്, 0.77 ആണ്. ഇതിൽ നിന്ന് എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? കമ്പയറബിൾ ആണ്, ഓൾമോസ്റ്റ് കമ്പയറബിൾ ആണ്. എന്നാൽ അമേരിക്കയുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേരളത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് അമേരിക്കയുടെ 1/100 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? അമേരിക്കയുടെ 100-1, അമേരിക്കയുടെ 1/100 ഓഫ് USA പെർ ക്യാപിറ്റ ഇൻകം വെച്ചുകൊണ്ടാണ് അമേരിക്കയ്ക്ക് കമ്പയറബിൾ ആയിട്ടുള്ള എന്താ പറയണ്ടേ ഈ സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് കേരളത്തിൽ സംഭവിച്ചത്. അപ്പൊ എന്താണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ കേസ് ഓഫ് ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് വിത്ത് ലോ പെർ ക്യാപിറ്റ ഇൻകം. ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചാൽ മതി. എന്താണ്? എ കേസ് ഓഫ് ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് വിത്ത് ലോ പെർ ക്യാപിറ്റ ഇൻകം. അപ്പൊ ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന പാരാമീറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് IMR ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കേരളത്തിൽ കുറവായിരുന്നു. അതുപോലെ തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കേരളത്തിൽ കുറവായിരുന്നു. കേരളത്തിന്റെ പോപ്പുലേഷൻ റേറ്റ് ഈ പറയുന്നത് പോലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരു ഡെമോഗ്രാഫിക് സ്റ്റെബിലൈസേഷനിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ കേരളത്തിന് സാധിച്ചു. മനസ്സിലായില്ലേ? സോ ഇങ്ങനെ പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ
പെർ ക്യാപിറ്റ ഇൻകം പരിമിതിയിലിരിക്കുമ്പോൾ തന്നെ എങ്ങനെ ഇത്തരം എന്താ പറയേണ്ട പ്രോഗ്രസ് കേരളത്തിന് കൈവരിക്കാൻ സാധിച്ചു? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഡെവലപ്മെന്റ് എക്കണോമിസ്റ്റുകളുടെയും അതുപോലെ തന്നെ സോഷ്യൽ സയന്റിസ്റ്റുകളുടെയും ശ്രദ്ധ കേരളത്തിലേക്ക് വന്നു. കാരണം ഇവരെല്ലാവരും മൂന്നാം ലോക രാജ്യങ്ങളുടെ വികസനത്തെ പറ്റി അല്ലെങ്കിൽ എങ്ങനെ ആ രാജ്യങ്ങളെ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരാം എന്നതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളായിരുന്നു. അവരുടെ മുന്നിൽ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആയിട്ടാണ് എന്ത് വരുന്നത്, കേരളത്തിന്റെ കേസ് വരുന്നത്. അതുകൊണ്ട് അവർ അതിനിട്ട പേരാണെന്ത്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ളത്. അപ്പം 1970-കൾക്ക് ശേഷം കേരളം കൈവരിച്ച ഈ പുരോഗതി, വരുമാനം വെച്ച് നോക്കുകയാണെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം കുറവാണെങ്കിൽ പോലും ഉന്നത ജീവിത നിലവാരം കേരളത്തിലെ ജനങ്ങൾക്ക് കൈവരിക്കാൻ സാധിച്ചു. ഇത് മറ്റ് പ്രദേശങ്ങളിലേക്ക് എങ്ങനെ മാതൃകയാക്കാം എന്നതാണ് കേരള മോഡൽ എന്നുള്ള രീതിയിൽ പ്രസിദ്ധി ആർജിച്ചത്. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് റിമാർക്കബിൾ അച്ചീവ്മെന്റ്സ് കേരളം കൈവരിച്ച മേഖല ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സോഷ്യൽ വെൽഫെയർ. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പം കേരളത്തിനേക്കാളും ഈ 91-92 കണക്ക് വെച്ച് തന്നെ ഞാൻ പറയുകയാണ്, 91-92 കാലഘട്ടത്തിൽ കേരളത്തെക്കാളും ഏകദേശം എന്താ പറയണ്ടേ 3 ഇരട്ടി പെർ ക്യാപിറ്റ ഇൻകം ഉള്ളൊരു സ്റ്റേറ്റ് ആയിരുന്നു പഞ്ചാബ്. എന്താണ്, കേരളത്തെക്കാളും 3 times പെർ ക്യാപിറ്റ ഇൻകം ഉള്ള ഒരു അഫ്ലുവന്റ് സ്റ്റേറ്റ് ആയിരുന്നു പഞ്ചാബ്. എന്നാൽ ഈ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ജീവിത നിലവാര സൂചികയ്ക്കകത്ത് നോക്കിയപ്പോൾ കേരളത്തിനേക്കാളും 33 പോയിന്റ് താഴെയായിരുന്നു പഞ്ചാബിന്റെ സ്ഥാനം. സോ ഇത് റെപ്ലിക്കേറ്റ് ചെയ്യേണ്ട ഒരു മോഡൽ അല്ലേ എന്ന ആലോചനയാണ് കേരള മോഡൽ എന്നുള്ള രീതിയിൽ ഈ സയന്റിസ്റ്റുകളും എക്കണോമിസ്റ്റുകളും അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് കുറച്ച് അഡ്വാൻറ്റേജ് ഈ ഒരു വിഷയത്തിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് പോലെ തന്നെ പബ്ലിക് ആക്ഷൻ, പൊളിറ്റിക്കലി വളരെ ആക്റ്റീവായിട്ടുള്ള, വളരെ റാഷണലായിട്ട് ചിന്തിക്കുന്ന ഒരു ജനത ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ജനത തന്നെ ദേ മെയ്ഡ് എന്താ പറയണ്ടേ റൂളേഴ്സ് റെസ്പോൺസിബിൾ ആൻഡ് ദേ ഡിമാൻഡഡ് ദ റൂളേഴ്സ് ടു പ്രൊവൈഡ് ദം വിത്ത് എന്താ പറയണ്ടേ ഗുഡ് അമ്യൂണിറ്റീസ് അല്ലെങ്കിൽ ദീസ് കൈൻഡ് ഓഫ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് അതർ ഫെസിലിറ്റീസ്. സോ ഇതെല്ലാം കേരളത്തെ ഒരു കാലഘട്ടത്തിൽ ഇതിന് ഡിഫറെന്റ് ഫേസസ് ആയിട്ട് നമ്മളിത് പറയുമ്പം ഇപ്പൊ ഇതിന്റെ ചർച്ച ഇപ്പൊ എത്തി നിൽക്കുന്നത് ഇതിൻ്റെ അകത്ത് നിലവിൽ ഈ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് തന്നെ നടത്തുന്ന അതിന്റെ ചർച്ചകളിൽ അല്ലെ റിസർച്ചിൽ ഇപ്പൊ പറയാറുണ്ട് ഇത് ഇന്ന് അത്ര സസ്റ്റൈനബിൾ അല്ല, ഇന്ന് അൺസസ്റ്റൈനബിൾ ആണ് എന്നൊക്കെയുള്ള അഭിപ്രായമുണ്ട്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ, അതായത് ഇതിന്റെ ഒരു എസ്പെഷ്യലി ഒരു ആദ്യത്തെ ഫേസിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കൈവരിച്ച മുന്നേറ്റം ഇതിനെ ശരിക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു സെക്കൻഡ് ഫേസ് ഉണ്ടാവുന്നുണ്ട്. അതായത് കേരളത്തിൽ നിന്നുള്ളൊരു ഗൾഫ് ബൂം ഉണ്ടാവുന്നുണ്ട്. സോ എക്കണോമിക് ഗ്രോത്തും കൂടുന്നുണ്ട്. പെർ ക്യാപിറ്റ ഇൻകം കുറവെന്നുള്ള അവസ്ഥ ഒരു 87 തൊട്ട് ഈ കേരളത്തിൽ നിന്നുണ്ടായ ഒരു ഗൾഫ് മൈഗ്രേഷന്റെ ഭാഗമായിട്ട് എന്ത് കൂടുന്നുണ്ട്, എക്കണോമിക് ഗ്രോത്തും കൂടുന്നുണ്ട്. എക്കണോമിക് ഗ്രോത്ത് കൂടിയതിന്റെ ഭാഗമായിട്ട് ചില മേഖലകൾ വികസിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കൺസ്ട്രക്ഷനും സർവീസ് സെക്ടറും. അങ്ങനെ കേരള എക്കണോമി ലോപ്പ് സൈഡഡ് ആയി പോയതിന്റെ ഒരു കാരണം പോലും നമ്മൾ അഡോപ്റ്റ് ചെയ്ത കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ആണെന്നുള്ള ക്രിറ്റിസിസം ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നൊരു ധാരണ ഈ ഒരു വീഡിയോയിലൂടെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.